ഇന്നലെ നമ്മുടെ മുൻപിൽ ഹൃദയപൂർവ്വം ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച നമ്മൾ കണ്ടു. വലിയ സങ്കടങ്ങൾക്കിടയിലും ഒരു മനുഷ്യന്റെ മരണശേഷവും മഹത്തായ മനുഷ്യ സ്നേഹത്തിന്റെ കഥ ഐസക് ജോർജ് എന്ന് പറയുന്ന മനുഷ്യനിൽ ഇന്നലെ നമ്മൾ കണ്ടു. വാഹനാപകടത്തിൽ മരണപ്പെട്ട ഐസക് ജോർജിന്റെ ഹൃദയം ഇന്ന് മറ്റൊരു മനുഷ്യനിൽ മിടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. എങ്ങനെയാണ് ആ ഹൃദയം മാറ്റിവെക്കൽ നടന്നത്? സർക്കാരിന്റെ എയർ ആംബുലൻസ് ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് മരണപ്പെട്ട ഐസക് ജോർജിന്റെ ഹൃദയം കൊച്ചിയിലേക്ക് എത്തിക്കുന്നു. അവിടെ ഹൃദയ രോഗമുണ്ടായിരുന്ന ഒരു 29 വയസ്സുകാരനിലേക്ക് ആ ഹൃദയം മാറ്റിവെക്കുകയാണ്. വിജയകരമായി ആ ശസ്ത്രക്രിയ പൂർത്തിയാക്കി കൊല്ലം സ്വദേശി ഐസക് ജോർജിന്റെ ഹൃദയം അങ്കമാലി സ്വദേശിയിൽ മിടിച്ചു തുടങ്ങി എന്നതാണ് ഇന്നലെ രാത്രി അവസാനിക്കുമ്പോൾ കേട്ട ഏറ്റവും സന്തോഷം നിറഞ്ഞ വാർത്ത. ആ സന്തോഷത്തിനിടയിലും ഒരു നോവായി ഐസക് ജോർജ് നമ്മുടെ മുൻപിലുണ്ട്. പക്ഷേ ആ മനുഷ്യൻ മരണത്തിനപ്പുറത്തേക്കും മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃക തീർക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുതന്നെയാണ് മലയാളിയുടെയൊക്കെ അല്ലെങ്കിൽ മലയാളിയുടെ മനസ്സിൻ്റെ ഒരു നന്മയായിട്ട് നമുക്കത് കാണാൻ കഴിയും. മറ്റിടങ്ങളിൽ ഇതുപോലുള്ള കാഴ്ചകൾ വളരെ അപൂർവമായിട്ട് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ലിസി ആശുപത്രിയിൽ മാത്രം എയർ ആംബുലൻസ് ഉപയോഗിച്ചുകൊണ്ട് 5 തവണയാണ് ഹൃദയം എത്തിച്ച് ശസ്ത്രക്രിയ നടത്തിയത് എന്നും ഓർക്കണം. ഞാൻ എയർ ആംബുലൻസ് സർക്കാരിൻ്റെതെന്ന് എടുത്തു പറഞ്ഞത് ആ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തപ്പോൾ നമ്മുടെ നാട്ടിലെ ഇതേ പ്രതിപക്ഷ നേതാവ്, ഇതിന് മുൻപിരുന്ന പ്രതിപക്ഷ നേതാവ്, ഇപ്പോൾ ഇന്നലെ ആ ഹൃദയം കൊണ്ടുപോകുന്നത് ലൈവായി നിങ്ങളോടെല്ലാം കാണിച്ച മാധ്യമങ്ങളൊക്കെ നൽകിയ ആക്ഷേപങ്ങൾ ഓർമ്മയില്ലേ? പഴികൾ ഓർമ്മയില്ലേ? എത്രമാത്രം മോശമായിട്ടായിരുന്നു സർക്കാരിൻ്റെ ആ നടപടിയെക്കുറിച്ച് സംസാരിച്ചത്. ഒരു ദീർഘവീക്ഷണവുമില്ലാത്ത ഒരു സംവിധാനമായി പ്രതിപക്ഷവും മാധ്യമങ്ങളും മാറുന്നത് അന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷേ ആ ആക്ഷേപങ്ങൾ കേട്ട് സർക്കാർ പിന്തിരിഞ്ഞില്ല. ആ ഹെലികോപ്റ്റർ അങ്ങനെ തന്നെ നിലനിർത്തി. അതുകൊണ്ടാണ് ഇന്നലെ വളരെ വേഗത്തിൽ നമുക്ക് ഏറ്റവും മണിക്കൂറുകൾക്കുള്ളിൽ ആ ഹൃദയം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ഉമേഷ് കൊച്ചിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ് ഹൃദയപൂർവ്വം ഈ സ്നേഹവാർത്ത പങ്കുവയ്ക്കാനായി. ഉമേഷ്, ഗുഡ് മോർണിംഗ്. വലിയ സങ്കടമുണ്ട് ഐസക് ജോർജിന്റെ മരണത്തിൽ. പക്ഷേ മരണത്തിനപ്പുറമുള്ള ഉദാത്തമായ മനുഷ്യ സ്നേഹം നമുക്ക് പകർന്നു തന്നിട്ടാണ് ഐസക് ജോർജ് പോകുന്നത്. ഐസക് ജോർജിന്റെ ഹൃദയം 29 വയസ്സുകാരനായ അങ്കമാലി സ്വദേശിയിൽ മിടിച്ചു തുടങ്ങിയിരിക്കുന്നു. വിജയകരമായി ആ ശസ്ത്രക്രിയ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇന്നലെ രാത്രി അവസാനിക്കുമ്പോൾ കേട്ട ഏറ്റവും ശുഭകരമായ വാർത്ത. മനു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ മരണത്തിലും മാനവികത ഉയർത്തിപ്പിടിക്കുകയായിരുന്നു ഐസക് ജോർജ് എന്ന് നിസ്സംശയം പറയാം. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അതോടൊപ്പം നിന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കമുള്ളവർ ആ നിലപാടെടുത്തു. അത് ഡോക്ടർ ജോ ജോസഫ് തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ അത് വിശദീകരിച്ചിരുന്നു. അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രം അതായിരിക്കാം അദ്ദേഹത്തെ കൊണ്ട് ഈ മാനവികത ചെയ്യിപ്പിച്ചത് എന്നുള്ളത്. അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ ഭാരവാഹി കൂടിയായിരുന്നു ഐസക് ജോർജ്. ഐസക് ജോർജിൻ്റെ ഹൃദയം ഇന്നലെ അതിവേഗം തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. സർക്കാരിൻ്റെ എയർ ആംബുലൻസിലാണ് ആ അവയവമാറ്റം വിജയകരമാക്കിയത്. ഇന്നലെ 12:15 അവിടെ ആശുപത്രിയിൽ നിന്ന് പോന്ന് കൃത്യം 1:30 ആ ഹൃദയം ലിസി ആശുപത്രിയിൽ, മിടിക്കുന്ന ഹൃദയം ലിസി ആശുപത്രിയിൽ എത്തിച്ച് ഉടൻ തന്നെ ശസ്ത്രക്രിയ ആരംഭിക്കുകയായിരുന്നു. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ. ഈ ശസ്ത്രക്രിയ തുടങ്ങി ആദ്യത്തെ 1.5 മണിക്കൂർ കൊണ്ട് തന്നെ ഈ ഐസക് ജോർജിൻ്റെ ഹൃദയം അങ്കമാലി സ്വദേശിയിൽ പ്രവർത്തിച്ചു തുടങ്ങി എന്നുള്ളതായിരുന്നു ആദ്യം ലഭിച്ച വിവരം. അത് ശസ്ത്രക്രിയ പൂർത്തിയാകാൻ പിന്നീടും സമയമെടുത്തു. അങ്ങനെ 4-4.5 മണിക്കൂറോളം ആ ശസ്ത്രക്രിയ കഴിയാനെടുത്തു എന്നുള്ളതാണ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇന്നലെ രാത്രി ലഭിച്ച വിവരമനുസരിച്ചും ഈ ശസ്ത്രക്രിയ പൂർണ്ണ വിജയം എന്നുള്ളത് തന്നെയാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. ഇന്നിപ്പോൾ രാവിലത്തെ വിവരമനുസരിച്ചും ഈ ശസ്ത്രക്രിയ പൂർത്തിയായ അല്ലെങ്കിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ അങ്കമാലി സ്വദേശി പൂർണ്ണ ആരോഗ്യവാനായി സുഖമായി ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇനി സ്വാഭാവികമായും വലിയൊരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ആളാണ്. അതുകൊണ്ട് 48 മണിക്കൂർ നിരീക്ഷണം വേണം. അപ്പോൾ 48 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. എങ്കിലും ശസ്ത്രക്രിയ പൂർണ്ണ വിജയമാണ്. നിലവിൽ ഈ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ അങ്കമാലി സ്വദേശി പൂർണ്ണ സുഖപ്പെട്ടിരിക്കുന്നു, ആരോഗ്യവാനായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. വലിയ ഒരു രക്ഷാദൗത്യം ഇന്നലെ നമ്മൾ കണ്ടു. ഇത് ഈ സർക്കാരിൻ്റെ എയർ ആംബുലൻസ് ഉപയോഗിച്ച് നടത്തുന്ന 5ാമത്തെ രക്ഷാദൗത്യമാണ്. ഈ ലിസി ആശുപത്രിയിൽ വെച്ച് നടത്തുന്ന 5ാമത്തെ ശസ്ത്രക്രിയയ്ക്ക് കൂടിയാണ് ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. രാത്രിയാണ് ഈ ഇടപെടലുകളൊക്കെ ഉണ്ടായതെന്ന് ഡോക്ടർ ജോ ജോസഫ് തന്നെ ഇന്നലെ വിശദീകരിക്കുകയുണ്ടായി. ആശുപത്രി PRO രാജേഷ് അടക്കമുള്ളവർ ഇന്നലെ മാധ്യമങ്ങളോട് അക്കാര്യം പങ്കുവെക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു ഹൃദയം നൽകാൻ സ്വീകരിക്കാനായി ഒരാൾ ലിസി ആശുപത്രിയിലുണ്ടെന്നും നൽകാൻ ഇന്നലെ കിംസ് ആശുപത്രിയിൽ അങ്ങനെ മസ്തിഷ്ക മരണം സംഭവിച്ച ഐസക് ജോർജിൻ്റെ കുടുംബം തയ്യാറായി എന്നുള്ള വിവരം അറിഞ്ഞതു മുതൽ സർക്കാർ സംവിധാനം ഉണർന്നു പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ
കണ്ടത്. രാത്രി വൈകിയാണ് ഈ വിവരം സർക്കാർ അറിയുന്നത്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ വരുന്നത്. മന്ത്രി പി രാജീവാണ് ആദ്യം ഈ വിഷയത്തിൽ ഇടപെടുന്നത്. മന്ത്രി പി രാജീവും വീണ ജോർജും രാത്രി തന്നെ ഇടപെട്ട് മുഖ്യമന്ത്രിയെ ഈ വിവരം അറിയിച്ചു. മുഖ്യമന്ത്രിയാണ് ഈ ഹെലികോപ്റ്റർ, അതായത് പോലീസ് സേനയ്ക്ക് വേണ്ടി വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ ഈ ദൗത്യം നിർവഹിക്കാനായി സൗജന്യമായി വിട്ടു നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെ രാത്രിക്ക് രാത്രി തന്നെ ഈ തീരുമാനങ്ങളെല്ലാം നടപ്പാവുന്നു. പുലർച്ചെയോടെ തന്നെ ഈ ഡോക്ടർ ജോ ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം കിംസ് ആശുപത്രിയിലെത്തി ഐസക് ജോർജിൽ നിന്നും ആ ഹൃദയം വേർപെടുത്തുകയാണ്, മിടിക്കുന്ന ഹൃദയം വേർപെടുത്തുകയാണ്. അതിനുശേഷം വളരെ വേഗത്തിൽ ഈ ഹൃദയം കൊച്ചിയിലേക്ക് എത്തിക്കുന്നു. അത് ഒരു നിമിഷം പോലും പാഴാക്കാതെ അങ്കമാലിക്കാരനിൽ തുന്നിച്ചേർക്കുകയും ചെയ്യുന്നു. ലിസി ആശുപത്രിയെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ ദൗത്യമൊന്നുമല്ല. 29ാമത്തെ ശസ്ത്രക്രിയയാണ് ലിസി ആശുപത്രിയിൽ, ഈ ഹൃദയമാറ്റ ശസ്ത്രക്രിയയാണ് ലിസി ആശുപത്രിയിൽ ഇന്നലെ നടന്നത്. എയർ ആംബുലൻസ് ഉപയോഗിച്ചുള്ള, സർക്കാരിൻ്റെ എയർ ആംബുലൻസ് ഉപയോഗിച്ചുള്ള 5ാമത്തെ രക്ഷാദൗത്യവും. അങ്ങനെ ഇതിനു മുൻപ് ചെയ്ത ഒട്ടേറെ പരിചയം ഉള്ള ഒരു ആശുപത്രി കൂടിയാണ്. അതുകൊണ്ട് ഈ രോഗിയുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് ആശങ്ക വേണ്ട എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പൊതുവിൽ വിലയിരുത്തുന്നത്. ഈ 5ാമത് നടന്ന രക്ഷാദൗത്യവും വിജയകരം തന്നെ എന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുന്നു. ആ രോഗി സുഖമായി ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഓക്കെ, താങ്ക് യു ഉമേഷ്. എത്രമാത്രം സ്നേഹത്തോടെയാണ് നമുക്ക് ഐസക് ജോർജിനെ കുറിച്ച് പറയാൻ പറ്റുക. ആ മനുഷ്യൻ്റെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ ഇന്ന് ആ മനുഷ്യൻ ഒരു വലിയ വെളിച്ചമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഒരു പ്രിയ സഖാവാണ് ഐസക് ജോർജ് എന്നത് ഏറെ സന്തോഷം നൽകുന്നുണ്ട്. കാരണം ജീവിതത്തിനപ്പുറം മരണത്തിനും വെളിച്ചമാകുന്നു മനുഷ്യർ എന്നതിന് അപ്പുറം ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു മാതൃക നമുക്ക് മറ്റെന്താണ് വേണ്ടതല്ലേ? ഒന്നോർത്ത് നോക്കൂ, ആ കുടുംബത്തെക്കുറിച്ച്. അവർ ഏറ്റവും ദുഃഖത്തിൽ, ഏറ്റവും സങ്കടത്തിൽ നിൽക്കുന്ന സമയമാണ്. പക്ഷേ അപ്പോഴും തങ്ങളുടെ പ്രിയപ്പെട്ടവൻ്റെ അവയവങ്ങൾ മറ്റൊരു ജീവന് വെളിച്ചമാവുകയാണെങ്കിൽ, മറ്റൊരു ജീവന് തുണയാവുകയാണെങ്കിൽ അതങ്ങനെ നടന്നോട്ടെ എന്ന് തീരുമാനമെടുത്ത ആ കുടുംബത്തിനും കൊടുക്കണം ഏറ്റവും വലിയ സ്നേഹം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായി നമുക്കവരെ ചേർത്ത് നിർത്താം, ഹൃദയപൂർവ്വം നമുക്കവരെ ചേർത്ത് നിർത്താം. അതല്ലാതെ എന്താണ് അവരോട് നമുക്ക് പറയാൻ കഴിയുക? അവരുടെ സങ്കടങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് ഐസക് ജോർജ് മരിക്കുന്നില്ല, ജീവിക്കുന്നു നിരവധി ആളുകളിലൂടെ എന്ന് നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ പറയാം. ഇന്നലെ ഞാൻ ഓർക്കുകയായിരുന്നു, ഡോക്ടർ ജോർജ് ജോസഫാണ് ഇന്നലെ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തി ഐസക് ജോർജിൻ്റെ ഹൃദയവുമായി കൊച്ചിയിലേക്ക് പറഞ്ഞത്. ഡോക്ടർ ജോർജ് ജോസഫിനെ ഓർമ്മയുണ്ടല്ലോ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്? തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥിയായിരുന്നു. അതിൻ്റെ പേരിൽ ആ മനുഷ്യൻ അനുഭവിക്കേണ്ടി വന്ന സൈബർ ആക്രമണം എന്തായിരുന്നു? ആ മനുഷ്യൻ്റെ മോർഫ് ചെയ്ത വീഡിയോ വരെ പ്രചരിപ്പിച്ചു UDFിൻ്റെ സൈബർ വെട്ടുകിളിക്കൂട്ടം. അന്ന് ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത്തരത്തിലൊരു വീഡിയോ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാത്തത് എന്നായിരുന്നു. ഇന്ന് ആ പ്രതിപക്ഷ നേതാവ് അനുഭവിക്കുന്നുണ്ട് ഈ സൈബർ വെട്ടുകിളിക്കൂട്ടത്തിൻ്റെ ചെയ്തികളുടെ ഫലങ്ങൾ. പണ്ടൊക്കെ പിന്നെയായിരുന്നു, ഇപ്പോഴൊക്കെ അപ്പോഴാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എഴുതുന്നത് ഞാൻ കാണുന്നുണ്ട്.